ഹലോ, ഇന്ന് ദേ രാവിലെ അമ്മ പറഞ്ഞു നമുക്കൊന്ന് കുഴക്കട്ട ഉണ്ടാക്കിയാലോ എന്ന്. ഞങ്ങൾ കുഴക്കട്ട എന്ന് പറയുന്നത് കേട്ടോ. വേറെ പല സ്ഥലത്തും എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. ഇത് ആട്ടമാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതിനകത്താണെങ്കിലേ നമ്മൾ തേങ്ങാപ്പാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പം കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള തേങ്ങ അമ്മ കുറച്ച് ചെറുതായിട്ടൊന്ന് ഞെവിടിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന തേങ്ങാക്കുളെന്നെല്ലാം മാവിനകത്തോട്ടിട്ട് ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ തന്നെ റിച്ചൂട്ട് എൻ്റെ ഇരുന്ന റിച്ചൂട്ടിന് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അമ്മ എടുത്തു. അമ്മ ഒരു കൈ കൊണ്ട് മാവും കുഴച്ച് ഒരു കൈ കൊണ്ട് അവനെയും പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ അമ്മയുടെ കയ്യിൽ അവനെ കൊടുത്തു വിട്ടതിന് ശേഷം ബാക്കി ഞാൻ ആ തിളച്ച് വരുന്ന തേങ്ങാപ്പാലിൻ്റെ ഇതില്ലേ അതിനകത്തേക്ക് ഞാൻ ഈ ഇത് ഉണ്ടയാക്കി ഇട്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ കുറവല്ലേ, അപ്പം ഞാൻ കുറച്ച് പാൽ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം കുറേ ഏത്തക്ക ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയുടെയൊക്കെ കുഞ്ഞുനാളിൽ അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നേരത്ത് അവർ 6 മക്കളുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏത്തക്ക ചെറിയ ചെറിയ പീസായിട്ട് ഇതിനകത്ത് അരിഞ്ഞിടുന്നു കേട്ടോ. അമ്മ ഇപ്പോൾ എന്നോട് പറയുമായിരുന്നു ഞാനായിരുന്നു ആ ഉണ്ട ഒട്ടി അതിനകത്ത് ഇട്ടത്, അതിൻ്റെ നല്ല വലിപ്പം കൂടുതൽ വലിയ ഉണ്ടയായി പോയിന്ന്, കുഞ്ഞുണ്ടയാക്കിയായിട്ടുണ്ടെന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് എളുപ്പത്തിന് തീർക്കാൻ വേണ്ടി ഞാനത് വലുതാക്കി ഇട്ടതാണ്. അങ്ങനെയൊക്കെ റെഡിയായിട്ട് ഞങ്ങൾ കോരി ഒഴിച്ചിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പഴയ പണ്ടത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. വല്യമ്മയുടെ അങ്ങൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരം തരുന്നതായിരുന്നു. അന്നൊന്നും എനിക്കിത് വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ കുറേ നാളുകൾ കൂടി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടം തോന്നും കഴിക്കാൻ. അമ്മ എന്നിട്ട് കഴിച്ചോണ്ടിരുന്നിട്ടും പറയും ഇത് വലിയ ഉണ്ട് ചവയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു വേറെ വീഡിയോ ആയിട്ട് വീണ്ടും.